ശ്രീ മാത്യു ആണ്, മല്ലപ്പള്ളിയിൽ നിന്നാണ്. സ്വാഭാവികമായും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ശ്രീ മാത്യു. താങ്കളുടെ ജില്ലയിലെ മന്ത്രി കൂടിയാണല്ലോ. മന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നതും. താങ്കളുടെ അഭിപ്രായം എന്താണ്? വീണ ജോർജ് തന്നെയല്ല, ഇവിടുത്തെ മന്ത്രിസഭ തന്നെ രാജിവെക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ വാക്യം പറഞ്ഞാൽ. അതെന്താണ് ശ്രീ മാത്യു അങ്ങനെ പറയാൻ കാരണം? പല കാരണമുണ്ട്. കാരണം ഞങ്ങളെല്ലാം മെഡിക്കൽ കോളേജിൽ അവിടെ പല കോളേജുകളിലൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ആയിട്ട് കഷ്ടമാണ് അവിടുത്തെ ശുചിമുറികളെന്ന് പറയുന്നത് ഒന്ന്. അപ്പൊ ഇവരുടെ മന്ത്രി വീണ ജോർജിനോട് പറഞ്ഞ ഗൾഫിൽ, ദുബായിലോ ഗൾഫിൽ ഏതെങ്കിലും രാജ്യത്ത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ട്. മാത്യു, ഞാനൊരു വിഷയം പറഞ്ഞോട്ടെ. കേരളത്തിലെ പ്രധാനപ്പെട്ട പല ആശുപത്രികളിലും നേരിട്ടുമൊക്കെ ഞാനും റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി പല കാര്യത്തിനും സന്ദർശനം നടത്തിയിട്ടുള്ള ആളാണ്. അല്ലാതെ ഒക്കെ പോയിട്ടുള്ള ആളാണ്. പക്ഷെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളൊന്നും പഴയ കാലത്ത് ഒരു 15 വർഷമോ 20 വർഷമോ മുമ്പുള്ള മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയല്ല ഇന്നുള്ളത്. ഇന്ന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പരിമിതികൾ ഒരുപാടുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ പരിമിതികൾക്കപ്പുറം നല്ല സൗകര്യങ്ങളുമുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിലും നിന്ന് തിരിയാൻ കഴിയാത്തത്ര ആളുകൾ ഇടിച്ചു കയറുകയാണ്. അത്രത്തോളം ആളുകൾക്ക് അവിടെ വിശ്വാസമുണ്ട് എന്ന് കൂടിയല്ലേ എൻ്റെ അർത്ഥം? വിശ്വാസമുണ്ട്. സാമ്പത്തികം കുറഞ്ഞവരല്ലേ ഇവിടോട്ട് പോകുന്നത് ഒന്ന്. അപ്പം എനിക്ക് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് തൊട്ടങ്ങ് ആലപ്പുഴ ഇവിടെ എല്ലാം ഞാൻ പോയി കണ്ടിട്ടുള്ള ആളാ. എന്നാണ് പോയത്? ഞാൻ ഇപ്പോഴല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ് പഴയ മെഡിക്കൽ കോളേജ്. ഒരു 10-20 വർഷമായി കാണും. 20 വർഷം മുമ്പത്തെ അവസ്ഥയല്ല. ഞാനൊരു 1 മാസം മുമ്പ് പോയതാണ്. 20 വർഷം മുമ്പത്തെ അവസ്ഥയല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നുള്ളത്. ഇന്ന് അവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സാധാരണഗതിയിൽ പ്രൈവറ്റ് ആശുപത്രിക്ക് ഏറെക്കുറെ സമാനമായ സൗകര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അത്രത്തോളം വൃത്തിയൊക്കെയാണ് അവിടുത്തെ ബാത്റൂമിലായാലും അവിടുത്തെ ഇടനാഴികളിലായാലും ഒക്കെ ഉള്ളത്. അതെങ്ങനെ 20 വർഷം മുമ്പ് കണ്ട മാത്യു പറയുന്നതാണ് ശരിയെന്നും 1 മാസം മുമ്പ് കണ്ട് പറയുന്നത് ഞാൻ പറയുന്നത് തെറ്റാണെന്നും എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? അത് പക്ഷം ചേരുന്നത് എങ്ങനെ? യാഥാർത്ഥ്യം താങ്കൾ പക്ഷം ചേരരുത്. ലോകത്തിലെ നമ്പർ 1 ആണെന്ന് പറയരുത്. ലോകത്തിലെ നമ്പർ 1 ആണെന്ന് ആരും പറഞ്ഞില്ല. ഇന്ത്യയിലെ നമ്പർ 1 ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ലോകത്തിലെ നമ്പർ 1 ഒന്നും അല്ല ഇന്ത്യ. ലോകത്തിലെ നമ്പർ 1 അല്ല കേരളം. അത് അമേരിക്കയുടെ ജീവിത നിലവാരവും ഇന്ത്യയുടെ ജീവിത നിലവാരമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ലല്ലോ. ഓക്കെ, സംഭവം ശരിയാ. എന്തിനാ ഈ ഇസ്രായേലിലെ തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അത് ഇതുമായിട്ട് എന്താ ശ്രീ മാത്യുവിന് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിമർശനം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അതിനിടയിൽ ഇസ്രായേൽ വലിച്ചിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ആരോഗ്യരംഗത്ത് താങ്കൾ പറഞ്ഞെല്ലാം തെറ്റാണ് സംഭവിച്ചോ? ആരോഗ്യരംഗത്ത് എനിക്ക് അങ്ങോട്ട് ബോധിച്ചിട്ട് ഞങ്ങളെല്ലാം വിദേശത്തൊക്കെ ആശുപത്രിയിലൊക്കെ പോയിട്ടുള്ള അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. താങ്കൾ ഏത് രാജ്യത്താണ് പോയിട്ടുള്ളത്? ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ. ഏത് രാജ്യത്തായിരുന്നു? താങ്കൾ ഏത് രാജ്യത്തായിരുന്നു? ഞാൻ ഗൾഫിലെ കുവൈറ്റിലും UAE-യിലും ഷാർജയിലൊക്കെ ഉണ്ടായിരുന്ന ആളാ. അപ്പൊ അവിടെയൊക്കെ പോലെ തന്നെയുള്ള സൗകര്യങ്ങൾ അവിടുന്നൊക്കെ ആളുകൾ ആരോഗ്യത്തിന് വേണ്ടി കേരളത്തിലെ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. അതൊക്കെ നല്ല ശരിയാണല്ലോ. അപ്പൊ അവിടെ സാധാരണക്കാരന് ഈ ആരോഗ്യരംഗത്ത് ഈ ഗൾഫിൽ കിടക്കുന്ന അറബികളടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം വരുന്നുണ്ട്. പ്രധാന ആശുപത്രികളുടെ പ്രധാന വരുമാന മാർഗം തന്നെ ഈ വരുന്ന അറബികളുടെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മെച്ചമാണ്, നമ്മുടെ മോശമാണെന്ന് താങ്കൾ അങ്ങനെ പറയുന്നത്? പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ചല്ലേ പറഞ്ഞത്? ഇവിടുത്തെ പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും അവിടെ നിന്നോട്ടല്ലേ വരുന്നത്. അവിടുത്തെ അവസ്ഥ അത്ര മോശമായിട്ട് ആളല്ല. ഇത് നമ്പർ 1 ഒന്നുമല്ല, വെറും വൃത്തികെട്ട ഹോസ്പിറ്റലുകളാണ് ഈ താങ്കൾക്ക് അങ്ങനെ പറയാം. താങ്കൾക്ക് ഉദാഹരണം 20 വർഷം മുമ്പ് കണ്ട സാധനം വെച്ചിട്ട് ഇപ്പൊ ആശുപത്രി മോശമാണെന്ന് എങ്ങനെ പറയുന്നേ? ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കാര്യം, മറ്റുള്ള മെഡിക്കൽ കോളേജ് 10-30 വർഷം മുമ്പ് ഞാൻ കണ്ടത്. അന്നും 30 വർഷം മുമ്പ് കണ്ട കഥയൊന്നും അല്ല ഇപ്പോൾ. കാലമൊക്കെ ഒരുപാട് മാറി ശ്രീ മാത്യു. ഇനി അടുത്ത എനിക്ക് അസുഖം വരുന്നത് ഞാൻ മെഡിക്കൽ കോളേജിൽ പോകാം. താങ്കൾ വീട് എവിടെയാണ്? എന്റെ വീട് മല്ലപ്പള്ളി തന്നെയാണ്. മല്ലപ്പള്ളിയിൽ നിന്ന് ഒരു മണിക്കൂർ യാത്രയല്ലേ ഉള്ളു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്? ഞാൻ കോട്ടയത്തോട്ട് ഈ അടുത്ത കാലത്ത് പോയി. ഞങ്ങൾ പോകുന്ന ബിലീവേഴ്സിലാണ്. അല്ല, ഒരു മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോയി ഇറങ്ങി കണ്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് പറ മെഡിക്കൽ കോളേജ് 30 വർഷം മുമ്പ് കണ്ടവരാണോ ഇല്ലെന്ന് പറ. എന്തായാലും ഒരു ദിവസം ഒരു യാത്രയാവും, യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ ഒരു അവസരവും. സാറ് പക്ഷം പിടിച്ചാണ് ഈ പറയുന്നത്. ഞാൻ 30 വർഷം മുമ്പ് കണ്ട അവസ്ഥയിലാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പക്ഷം പിടിക്കുന്നത്. ഓക്കെ, ഏതായാലും വീണ ജോർജ് രാജിവെക്കുന്നത് തന്നെ നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ശരി, വീണ ജോർജ് രാജിവെക്കണമെന്നില്ലെന്നൊക്കെ പറയാം. പക്ഷെ പറയുമ്പോഴൊരു കാരണം വേണം. 30 വർഷം മുമ്പുള്ള അവസ്ഥ നാടകമൊക്കെ ആരും കാണാത്തതാണോ? ശരി, ഹോസ്പിറ്റലിന്റെ കാര്യം
എന്നാലും ശ്രീ മാത്യു താങ്കളൊന്ന് പോകും ഒരു ദിവസം രാവിലെ പോയാൽ ഞാൻ വൈകിട്ട് തിരിച്ചു വന്നാൽ മതി. പോകുന്നുണ്ട് തീർച്ചയായിട്ടും. അവിടുത്തെ ഫോട്ടോ എല്ലാം ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഞങ്ങളുടെ റിപ്പോർട്ടർ ഇന്ന് രാവിലെ അടക്കം അവിടെ ഉണ്ട്. അതിന് താങ്കളെ ഫോട്ടോ എടുത്ത് അയക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഞങ്ങൾ അങ്ങോട്ട് തരാം. ശുചിമുറിയുടെ അവസ്ഥയൊക്കെ കാണിച്ച് അങ്ങോട്ട് വിട്ടു തരാം. ശരി, ഓക്കെ, വിടൂ. ഓക്കെ, ഞങ്ങൾ കാണുന്നതൊക്കെയാ. നമുക്ക് അങ്ങനെയാണെങ്കിൽ വാർത്ത ചെയ്യാം, കുഴപ്പമില്ല. ശരി, ഓക്കെ, താങ്ക് യു. ശരി മാത്യു. ശ്രീ അനിൽകുമാറാണ് എറണാകുളത്ത് നിന്നും. ശ്രീ അനിൽകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ രാജിവെക്കണം എന്നുള്ള ആവശ്യത്തോട് താങ്കൾ പ്രതികരണം?